अंजुम शहजाद, Okay. Peter Gill, Okay. Rashid. बड़ा करिश्मा है यानी कि अल्लाह पाक का ये बहुत बड़ी We are from Pakistan and this my brother is from Kerala. ഹായ് ഓൾ, റിച്ചർഡ് ജേണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മരുഭൂമിൻ്റെ നടുവിൽ 400 വർഷമായിട്ട് ഒരു മരം. സൗദിയിലല്ല, ബഹ്റൈനിലാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നത്. മനാമയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ആ 1 മണിക്കൂർ ഏകദേശം യാത്ര ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്, മദീന അൽ ഖലീഫ. ഇവിടെ നിന്ന് ഇനി ഏകദേശം നമുക്കൊരു 20-25 മിനിറ്റ് യാത്ര ഉണ്ട്. കണ്ട, കംപ്ലീറ്റ് മരുഭൂമിയാണ്. മരുഭൂമിൻ്റെ നടുവിൽ 400 വർഷമായിട്ട് ഒരു മരം, നല്ല പച്ചപ്പോട് കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ എല്ലാം റെഡി അല്ലേ? പോയാലോ? 15 മിനിറ്റ് നമ്മൾ അവിടുന്ന് യാത്ര ചെയ്തിട്ട് ഇതാ നിങ്ങൾ ബാക്ക് കാണുന്നില്ലേ, ലൈഫ് ഓഫ് ട്രീ, ആ മരത്തിൻ്റെ പേരാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഫസ്റ്റ് എക്സിറ്റാണിത്. ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ യാത്ര ഉണ്ട്. മരുഭൂമിൻ്റെ നടുവിലാണ് ഈ സംഭവം കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ പോയി നോക്കല്ലേ? അപ്പോൾ ആ എക്സിറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്നു കേട്ടോ. കണ്ടാ, നിങ്ങൾ കാണുന്നുണ്ടോ? കംപ്ലീറ്റ് മരുഭൂമിയാണ്. ഇതിലൂടെയാണ് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാണുന്നുണ്ടോ? ഒരു മാളും മനുഷ്യനില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ കുറച്ച് മുന്നിലൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. പക്ഷേ അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തത്. കാണുന്നുണ്ടോ? ബാക്കി ഞാൻ യാത്രയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മരുഭൂമി കൂടെ യാത്ര ചെയ്തതാ നമ്മളിത് അവിടെ എത്തിന കേട്ടോ. ഇതൊക്കെ സംഭവം കംപ്ലീറ്റ് പെട്രോൾ സംബന്ധമായ മെഷീനറീസാണ്. അങ്ങോട്ട് ആ ഭാഗത്തേക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോഗ്രാഫ്, വീഡിയോഗ്രാഫൊക്കെ പ്രൊഹിബിറ്റഡ് ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടുന്നാണ് നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടത്. ഇതാ നിങ്ങൾക്ക് ഇവിടുന്ന് ദൂരം ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? അതാണ് ലൈഫ് ഓഫ് ട്രീ. നമ്മളിനി ഇത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യണം. ഇതാ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഇതാ വണ്ടി ഞാനിതാ അവിടെ നിർത്തിയേക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതാ വണ്ടി ഞാൻ ഇവിടെ നിർത്തിയേക്കുക. കാണുന്നുണ്ടോ? അതാ ഇതേ ആ കാണുന്നതാണ് ലൈഫ് ഓഫ് ട്രീ. അങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ളത്. അങ്ങനെ മരുഭൂമിയൊക്കെ താണ്ടി നമ്മൾ അവസാനം ലൈഫ് ഓഫ് ട്രീൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അതാ കാണുന്നില്ലേ ബാക്കിൽ? മരുഭൂമിൻ്റെ നടുവിൽ 400 വർഷമായിട്ടൊരു മരം. നമ്മളതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ പോവല്ലേ? അപ്പോൾ എന്താ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മരത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇതുണ്ട് ബാക്കിൽ മരം കാണാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതാ ബാക്കിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് ഇതേ വിജനമായ സ്ഥലമാണ്. കണ്ടോ? മരത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴിയാണിത്. ഇത് കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത് ട്രീ ഓഫ് ലൈഫ് വിസിറ്റർ സെൻറ്റർ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോവുക. ചെറിയ പടിയാണ്, കുഴപ്പമില്ല. ഇതാണ് ലൈഫ് ഓഫ് ട്രീ. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കണ്ടാ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിജനമായ സ്ഥലമാണ്. ഒരു മരുഭൂമി, അതിൻ്റെ നടുവിൽ ഒരു പച്ചപ്പ്, വലിയൊരു മരം. നമ്മളെ നാട്ടിൽ പുളിമരമൊക്കെ ഇല്ലേ, അതേമാതിരിയുള്ള ഒരു മരം. അപ്പം മെല്ലെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോയി നോക്കാം. അറബിയിൽ ഇതിന് പറയുക ഷജറത്തിൽ അൽ ഹയാത്ത് എന്നാട്ടോ. ആണോ? നമ്മളെ നാട്ടിൽ ഏകദേശം പുളിമരമൊക്കെ ഇല്ലേ, അതേമാതിരിയുള്ള മരം. ഇതിൻ്റെ വേര് ഇവർ പറയണതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് 50 അടി താഴേക്ക് വരെ ഉണ്ടല്ലോ. എങ്ങനെയാണാവോ ഇതിന് വെള്ളമൊക്കെ കിട്ടുന്നില്ലേ? ഭയങ്കര ഒരു അത്ഭുതം തന്നെ. കാണുന്നുണ്ടോ? ഏകദേശം നമ്മളെ നാട്ടിലെ പുളിമരമൊക്കെ ഇല്ലേ, കണ്ടോ? ഇതിൻ്റെ ഇല നമ്മളെ പുളിമരത്തിൻ്റെ അതേമാതിരിയുള്ള ഇല. ദൂരത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഒരുപാട് വിസിറ്റേഴ്സ് ഇതാ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ? ഇതൊക്കെ കംപ്ലീറ്റ് വിജനമായ സ്ഥലമാണ്. പെട്രോളിൻ്റെ മെഷീനറിയും കാര്യങ്ങളും പൈപ്പൊക്കെയാണ് പോണത്. ഇത് കണ്ട, ഇവിടെ ഈ വിജനമായ സ്ഥലത്ത്
ഒരു പച്ചപ്പുള്ളൊരു മരം കാണുന്നുണ്ടോ? സംഭവം 32 അടി പിന്നെ വലിപ്പമുണ്ട് കേട്ടോ. 50 അടി അതേമാതിരി തന്നെ വേര് താഴോട്ടും ഉണ്ടല്ലോ. ഇത് കണ്ട ഇങ്ങോട്ട് താഴോട്ട് ഇത് ചെരിഞ്ഞ് കിടക്കുക ഭൂമിയിലേക്ക്. ഇല കണ്ട താഴോട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുക ഭൂമിയിലേക്ക് തൊട്ടിട്ട്. ഇത് കാണുന്നുണ്ടോ? കണ്ട ഇവിടെ നല്ല വ്യൂ ആണ് കണ്ട. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും നല്ല ചൂടായിട്ടും ഭയങ്കര കാറ്റാണ് കേട്ടോ ഉള്ളിൽ. ഇത് വിസിറ്റേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഓഹോ ഭയങ്കര സെറ്റപ്പാട്ടാ ഉള്ളിൽ. ഇത് കണ്ട സംഭവം 50 അടി താഴോട്ടുണ്ടല്ലോ. ആഹാ കണ്ട എങ്ങനെയുണ്ട്? ഇത് കണ്ട മരത്തിൻ്റെ ചില്ലകളും ശിഖരങ്ങളൊക്കെ പോയത് വഴി കണ്ട. സംഭവം നമ്മളെ നാട്ടിലെ പുളിമരമായിട്ടുള്ളൊരു മരമാണ്. പക്ഷേ സംഗതി 400 വർഷമായിട്ട് ഈ മരുഭൂമിയിൽ ഇത്ര പച്ചപ്പോട് കൂടിയിട്ടുണ്ടല്ലോ. കണ്ട അതിൻ്റെ ശിഖരങ്ങളൊക്കെ പോയത്. ഇല കണ്ട ഇല ശരിക്കും നമ്മളെ നാട്ടിലെ പുളിയില്ലേ, പുളിമരത്തിൻ്റെ അതേമാതിരിയുള്ള ഇലയാണ്. ഭയങ്കര തണുപ്പാട്ടോ അതിൻ്റെ. ഇത്ര നല്ല ചൂടായിട്ടും അതിൻ്റെ അടിയിൽ വന്നിട്ടേ ഭയങ്കര നല്ല തണുപ്പാണ്. കാണുന്നുണ്ടോ? ഇതിൻ്റെ വേര് ഇതാ ഇവർ പറയണത് 50 അടി താഴോട്ട് പോയിട്ടുണ്ടല്ലോ. കണ്ടോ? ഇത്ര ഇതിൻ്റെ നടുവിലും ഇങ്ങനെ പച്ചപ്പോട് കൂടി നിൽക്കണമെങ്കിൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലേ? കാണുന്നുണ്ടോ? ഇതെന്താണെന്ന് പറയാം, ഇത് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇരുടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ലൈറ്റ് വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് നല്ല ഒരു ഹൈലൈറ്റിനും ദൂരത്തു നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. കണ്ടോ? ഇവിടെയൊക്കെ ഉണ്ടത്. ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അല്ലേ ഈ മരുഭൂമിൻ്റെ നടുവിൽ ഇത്രയും പച്ചപ്പറ്റി. എവിടെ നിന്നാണാവോ ഇതിന് വെള്ളം കിട്ടുന്നത്? കാണുന്നുണ്ടോ? കംപ്ലീറ്റ് അങ്ങോട്ടൊക്കെ ഭയങ്കര കണ്ട വിജനതയാണ്. കാണുന്നുണ്ടോ? ഇങ്ങനെ കണ്ടാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഭയങ്കര വിജനമായ സ്ഥലമാണ്. കണ്ട അതിൻ്റെ ശിഖരങ്ങളൊക്കെ പോയത്. ടൂറിസ്റ്റുകളൊക്കെ ഇത് അവിടെ നിന്ന് കാണാൻ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ ഇവിടുന്ന് കണ്ടതാണ്. ഇവർ പാകിസ്ഥാൻ സ്വദേശികളാണ്. ഇവരും യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഈ മരം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാ നാം ബതായി ആപ്കാ? अंजुम शहजाद, ഓക്കെ, पीटर गिल, ഓക്കെ. राशिद भाई हैं। ആ ഇതാ इंट्रोड्यूस कराएं। ഒരാളൂടെ ഉണ്ട്. ഇതാ ये राशिद भाई हैं, राशिद भाई, ഓക്കെ. ഒരാളൂടെ ഉണ്ട്. ये हमारे मुन्ना भाई हैं। ഓക്കെ. ये हम लोग भी ट्री ऑफ लाइफ एंजॉय करने के लिए आए हैं। तकरीबन 400-400 साल यानी ये पुराना दरख्त है। यहाँ पे ये देखिए लोगों का कितना रश है। अपने इर्द गिर्द आजू बाजू सब देखें। शादाब है ये बगैर पानी के। पानी नहीं है यहाँ पे। सही बात। यहाँ पे पानी का एक कतरा भी नहीं है। सही बात लेकिन ये सब ये एक करिश्मा है हमारे लिए। सही बात। क्या बोलिए ये बात कि अपना ये स्याही आते हैं दूर दूर से इसको देखने के लिए। ये है अपना अल्लाह पाक का एक यानी कि इसको बहुत बड़ा करिश्मा, बहुत बड़ा करिश्मा है। यानी कि अल्लाह पाक का ये बहुत बड़ी देन है। लोग काफी दूर दूर से आते हैं, स्याहे आते हैं तब देखने के लिए। राशिद भाई इंग्लिश में तो हम भी आए हैं, काफी अच्छा लगा है। तो अगर आप बोलिए, कोई बात नहीं, बोलिए। कोई बात नहीं। हाँ। Hello everyone, how are you? We are from Pakistan and this my brother is from Kerala, India, right? Yeah, India. Yes, so we are here in Bahrain and we are showing you the tree of life, the history 4 years before. This is 400, old, yeah, 400 years, years yeah. ago. This is a very old tree and without water there is no anything for only from the God is sometime is rain. No, is, he know exactly. So Yeah. this is a very beautiful place. Requested you to all visit in Bahrain and must come here for visit. Thank you very much.
അപ്പം ലൈഫ് ഓഫ് ട്രീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ സ്വദേശികളവർ പറഞ്ഞത് എന്താ വെച്ചാൽ 400 വർഷങ്ങളായിട്ട് ഈ മരം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് അറിയില്ല, ആ പടച്ചോർക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെയാണ് എന്താണെന്നുള്ളത്. 400 വർഷമായിട്ട് ഈ മരുഭൂമിയിൽ വെള്ളം എവിടുന്നാണ് കിട്ടുന്നത് കാര്യങ്ങളൊന്നും അറിയില്ല. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈ ഒരു മരം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ദിവസം ചില ഓഫ് ഡേയ്സിലൊക്കെ പിന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വരലുണ്ട് കാണാൻ. അതൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവരതും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.